ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ക്രിയേറ്റ് അക്കൗണ്ട് വരെയായിരുന്നു ചെയ്ത് നിർത്തിയത്. ഓക്കെ, നമ്മളിപ്പോ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ ഉണ്ട്, ക്രിയേറ്റ്, ലോഗിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലോഗിനൂടെ തീർത്തിട്ട് നമുക്ക് നമ്മുടെ KYC കിടക്കാം. ഓക്കെ, സോ ലോഗിന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഡോക്യുമെന്റേഷനിൽ നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് വെച്ചിട്ട് നമ്മുടെ ഫയർ ബേസിന്റെ ഈ കോഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൈൻ ഇൻ ആണ് ചെയ്യേണ്ടത്. സൈൻ ഇന് അവർ നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫയർ ബേസ് ഓത്ത് ഇൻസ്റ്റൻസ് ഡോട്ട് സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ഇമെയിലും പാസ്വേഡും പാസ് ചെയ്താല് നമുക്ക് ഇപ്പൊ യൂസർ ഇല്ലെങ്കിൽ യൂസർ നോട്ട് ഫൗണ്ട് എന്നുള്ള എറർ ത്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോ റോങ് പാസ്വേഡ് ആണെങ്കിൽ റോങ് പാസ്വേഡ് എന്ന് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എറർ ഹാൻഡിലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കോഡ് എടുത്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഓത്ത് മൊഡ്യൂൾ, ഓക്കെ, ലോഗിൻ കൺട്രോളർ, നമുക്ക് ലോഗിൻ കൺട്രോളർ മാറ്റിയിട്ട് ഓത്ത് കൺട്രോളർ ആക്കാം. ഓക്കെ, അതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓത്ത് കൺട്രോളറിന് നമ്മൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ റീനെയിം സിമ്പൽ കൊടുത്തിട്ട് ഓത്ത് കൺട്രോളർ. ഓക്കെ, സോ റീനെയിം സിമ്പൽ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ എവിടൊക്കെ നമ്മൾ ഈ ലോഗിൻ കൺട്രോളർ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടൊക്കെ ഓത്ത് കൺട്രോളർ എന്നത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും. ഓക്കെ, ചേഞ്ചസ് ലോഡ് ആവുന്നുണ്ട്, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓത്ത് കൺട്രോളറിന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കാം. യൂസർ ലോഗിൻ. ഓക്കെ, അതിനകത്ത് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്, സ്ട്രിങ്ങില് ഇമെയിലും സ്ട്രിങ്ങില് പാസ്വേഡും. ഓക്കെ, സോ ഇനി റെക്കോർഡ് കീവേഡ് കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് റെക്കോർഡ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അതിന്റെ ബോഡിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കോഡ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫംഗ്ഷന് അസിൻക്രണസ് ആക്കി കൊടുക്കാം, കാരണം ഇവിടെ ഒരു അവൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എറർ പോയിട്ടുണ്ട്. നമുക്ക് ഇമെയില് ഇവിടെ പാസ് ചെയ്യാം. നമ്മുടെ ഇമെയിൽ പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പോ ലോഗിൻ ആയാല്, ഓക്കെ, ഇവിടെ ലോഗിൻ ആയാല് നമുക്ക് ഈ ക്രെഡൻഷ്യലിനുള്ളിൽ നമ്മുടെ യൂസറിനെ റിട്ടേൺ ചെയ്യും. ഏത് യൂസറാണ് ലോഗിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് റിട്ടേൺ ആവും, ആ ടോക്കൺ ഒക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫയർ ബേസിന്റെ എക്സെപ്ഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ടൈം കൊടുത്ത പോലെ ഈ സ്നാക്ക് ബാർ എടുത്തിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ,
നോ യൂസർ ഫൗണ്ട് ഫോർ ദ ഇമെയിൽ. ഓക്കെ, റോങ് ഇമെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റോങ് ഇമെയിലിനെക്കാട്ടിലും നല്ലത് നോ യൂസർ ഫൗണ്ട് കൊടുക്കാം. ഓക്കെ, നോ യൂസർ ഫൗണ്ട്. നെക്സ്റ്റ് വന്ന് പാസ്വേഡ് റോങ് പാസ്വേഡ്. നമുക്ക് ഹെഡിങ് കൊടുക്കാം. താഴെ നമ്മുടെ സബായിട്ടും കൊടുക്കാം. ഓക്കെ, നമ്മുടെ എറർ ഹാൻഡിലിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് യൂസർ ലോഗിൻ ആയാൽ നമുക്ക് ഇവിടെ ക്രെഡൻഷ്യൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകുന്ന കോഡ് എഴുതാം. ഓക്കെ, നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്രെഡൻഷ്യൽ ഡോട്ട് യൂസർ. ഓക്കെ, ക്രെഡൻഷ്യൽ ഡോട്ട് യൂസർ നോട്ട് നൾ ആണെങ്കിൽ, ഓക്കെ, ആ നോട്ട് നൾ എന്നുള്ള മീനിങ് യൂസർ ലോഗിൻ ആയിട്ട് ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ സെയിം നമുക്ക് ഈ ലോഡിങ് നമുക്ക് ട്രൂ ആക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഫോൾസ് ആക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എക്സെപ്ഷൻ വന്നാലും നമുക്ക് ലോഡിങ് നിൽക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മളിപ്പോ ക്രിയേറ്റ് ബയോലേട്ട് തന്നെയാണ് പോകുന്നത് ലോഗിൻ ആയാലും. ഓക്കെ, യൂസർ ഇവിടെ ക്രിയേറ്റഡ് അല്ല, യൂസർ ലോഗ്ഡ് ഇൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ യൂസറിന്റെ ഐ ഡി ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ട്രൈ ക്യാച്ചിനുള്ളില് നമുക്ക് ഈ കണ്ടീഷൻ മീൻസ് നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഡാറ്റ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ യൂസറിന്റെ ഡാറ്റ ഇമെയിലും പാസ്വേഡും വെച്ച് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിൽ നമ്മളൊന്ന് വെരിഫൈ ചെയ്യും. ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ യൂസറിന്റെ ഡാറ്റ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്ക്രീനിലോട്ട് നമ്മൾ റീഡയറക്ട് ചെയ്ത് വിടും. അല്ലെങ്കിൽ നമുക്കിവിടെ എറർ ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ എറേഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ ഇഫിന് വേണം ഒരു എൽസും കൊടുക്കാം. ഇൻ കേസ് യൂസർ നമുക്ക് നള്ളായിട്ട് വന്നാൽ എന്തെങ്കിലും ഒരു എറർ കാണിക്കാം. ഓക്കെ, മാക്സിമം നമ്മൾ ഈ ട്രൈ ക്യാച്ചിനകത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ കേസ് സക്സസ് ആവും. ഓക്കെ, സോ നമുക്കിനി യൂസർ ലോഗിന് നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലോഗിൻ വ്യൂവില് ഇവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ഓക്കെ, സോ ഓൾറെഡി ലോഗിൻ കൺട്രോളർ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് എടുത്തിട്ട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് ആണുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് മാറ്റി ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആക്കണം. ഓത്ത് കൺട്രോളർ നോട്ട് ഫൗണ്ട്. നമ്മുടെ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്താൽ ആ എറർ പോകത്തില്ല, കാരണം നമ്മൾ നെയിം ചേഞ്ച് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇപ്പോ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് അക്കൗണ്ട് സ്ക്രീനിൽ സൈനപ്പിൽ നമ്മൾ വാലിഡേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വാലിഡേഷൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുത്തിടാം. ഓക്കെ, സോ ഫോം ഫീൽഡ് കൊടുത്തിട്ട് ഇമെയില് പാസ്വേഡ് നമ്മുടെ ഫോം കീ ഉണ്ട്. നമുക്ക് ഈ 3 വേരിയബിൾസ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ലോഗിൻ വ്യൂവിൽ കൊണ്ടിടാം. ഓക്കെ, ഇനി
നമ്മുടെ വാലിഡേഷൻ. ഓക്കെ, നമുക്ക് ഇമെയിലിന്റെ വാലിഡേഷൻ ആണ് വേണ്ടത്. വാലിഡേറ്റർ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടിടാം. നമ്മുടെ ഫോം ഫീൽഡ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൺട്രോളർ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇമെയിൽ കൺട്രോളർ. നെക്സ്റ്റ് നമ്മുടെ പാസ്വേഡിന്റെ വാലിഡേഷൻ ആണ്. ഇവിടെ ഫോം ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കൺട്രോളർ പാസ്വേഡ് കൺട്രോളർ. ഓക്കെ, സോ നമ്മുടെ പാസ്വേഡ് കൺട്രോളർ നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലോഗിൻ ബട്ടണിൽ ഓൺ ടാപ്പ് നമ്മൾ ബോഡി കൊടുത്തിട്ട് നമ്മുടെ ലോഡിങ് ഇവിടെ കൊടുത്തേക്കാം. ഈ ലോഡിങ്ങിൽ ലോഗിൻ കൺട്രോളർ പോയിട്ട് ഈ ട്രൂ ആണെങ്കിൽ മാത്രം ലോഡിങ് ആവുക. ഓക്കെ, സോ ആ കേസിൽ നമുക്കിതൊരു RX ബൂൾ ആയതുകൊണ്ട് നമുക്ക് ഈ ബട്ടൺ ഒന്ന് ഒബ്സർവ് ചെയ്യണം. സോ ആ ഒരു OBXൽ കൊടുത്താലേ നമ്മുടെ അറ്റ് എ ടൈമിൽ അത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആ OBXൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബട്ടൺ ഇപ്പൊ OBXലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഓൺ ടാപ്പിൽ നമ്മുടെ വാലിഡേഷൻ കൊടുക്കാം. ഓക്കെ, വാലിഡേഷൻ മീൻസ് നമ്മൾ ഫോം വാലിഡേഷൻ കൊടുക്കുന്നില്ല. അതിനു മുൻപ് നമുക്ക് ഈ കോളം ഫോമിനകത്ത് നമുക്ക് റാപ്പ് ചെയ്യണം. ഓക്കെ, ഫോം കീ ഫോം കീ. ഓക്കെ, നമ്മൾ ഫോം കീ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫോം കീ ഡോട്ട് കറണ്ട് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ്. ഓക്കെ, നമ്മളിവിടെ നൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മുടെ വാലിഡേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാലിഡേഷൻ കറക്റ്റ് ആണെങ്കിൽ ലോഗിൻ കൺട്രോളർ ഡോട്ട് യൂസർ ലോഗിൻ. ഓക്കെ, എന്നിട്ട് ഇമെയിൽ കൺട്രോളർ ഡോട്ട് നമ്മൾ ഇമെയിൽ പാസ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്ത ഇമെയിൽ കൺട്രോളറിൽ നിന്ന് ആ ടെക്സ്റ്റ് പാസ് ചെയ്യുക. പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡിൽ നിന്ന് ആ ടെക്സ്റ്റ് നമ്മൾ പാസ് ചെയ്യുക. കാരണം നമ്മൾ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് നമ്മൾ ഈ പാസ്വേഡ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. സോ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കൺട്രോളറിനകത്ത് സ്റ്റോർ ആയിട്ട് നമുക്ക് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് ആ വാല്യൂ എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ലോഗിന്റെ ഫ്ലോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റോങ് ഇമെയിൽ അടിച്ചു നോക്കിയിട്ട് ലോഗിൻ ആവുന്നുണ്ടോ നോക്കാം. കാരണം വാലിഡേഷൻസ് വർക്ക് ആവുന്നുണ്ടോ. ഓക്കെ, നമ്മുടെ വാലിഡേഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മാറുന്നില്ല. കാരണം നമ്മൾ അവിടെ ഓട്ടോ വാലിഡേഷൻ ഓഫ് ചെയ്തിട്ടേക്കാം. ഓട്ടോ വാലിഡേറ്റ് മോഡ് ഡോട്ട് ഓൺ യൂസർ ഇന്ററാക്ഷൻ. നമ്മൾ ഇമെയിലിനും കൊടുക്കേണ്ടതുണ്ട്, ഇമെയിൽ ആൻഡ് പാസ്വേഡ്. ഓക്കെ, രണ്ടിനും നമ്മൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്താൽ ഓക്കെ,
നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ വാലിഡേഷൻ വർക്ക് ആവുന്നുണ്ട്. ഇവിടെ ഒരു റോങ് പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. നെറ്റ്വർക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും ആ സെയിം എററാണ് വരുന്നത്. ലോഗിൻ ഓക്കെ, നമുക്ക് ഫയർ ബേസിൽ എന്തോ ഒരു എറർ വരുന്നുണ്ട്. നമുക്ക് അവരുടെ പോളിസീസ് ഒന്ന് വായിച്ചു നോക്കാം. സൈൻ ഔട്ട് ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത്. സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ ഓതന്റിക്കേഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് യൂസർ ഇവിടെ ഉണ്ട്. സൈൻ ഇൻ മെത്തേഡ്സിൽ ഇമെയിൽ ആൻഡ് പാസ്വേഡ് ആക്റ്റീവ് ആണ്. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ സ്പെഷ്യലായിട്ട് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ല. ഒന്ന് റീലോഡ് ചെയ്തിട്ട്
നമ്മുടെ അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ക്രിയേറ്റിംഗ് യൂസർ. ഓക്കെ, നമുക്കിവിടെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. യൂസർ ക്രിയേറ്റഡ്, നമുക്ക് ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോഗിൻ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ലോഗൗട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ലോഗൗട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് നമ്മൾ ഈ സെയിം ആപ്പിൽ തിരിച്ച് ലോഗിൻ ചെയ്താൽ നമുക്ക് എറർ വരും. ആ കേസിൽ നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. സപ്ലൈഡ് ക്രെഡൻഷ്യൽ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇൻകറക്റ്റ് ആണ് വരുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലോഗിൻ കൊടുത്ത് നോക്കാം. നമ്മളെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് എന്തോ ഒന്ന് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇപ്പോൾ ലോഗിന് നമുക്ക് വർക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ആ യൂസർ ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ കൊടുത്ത യൂസർ. ഓക്കെ, സോ അതുകൊണ്ട് വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോ യൂസർ ഫൗണ്ട് വിത്ത് ഇമെയിൽ, നമുക്കവിടെ എന്താണ് പ്രിന്റ് ആയതെന്ന് അറിയട്ടെ. നമുക്ക് ഇപ്പോൾ തെറ്റായിട്ടുള്ളൊരു വാല്യൂ കൊടുത്താൽ നമുക്കവിടെ എറർ കാണിക്കും. ആ കേസിൽ നമുക്കിവിടെ എന്ത് കോഡാ വന്നത് എന്ന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എറർ കോഡിൽ നമുക്ക് ഈ ഡോട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറെ നമുക്ക് ക്രെഡൻഷ്യൽസ് ഇമെയിൽ ഉണ്ട്. സോ അതില് നമ്മൾ സ്ട്രിങ് ആ കോഡാണ് പ്രിന്റ് ചെയ്യിക്കാം. എന്ത് കോഡാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് വീണ്ടും ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം.
ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോ എന്ത് എററാണ് ഉണ്ടാവേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഫെയിൽഡ്, എറർ കോഡ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽ. ഓക്കെ, സോ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ നമ്മൾ രണ്ടും നമ്മൾ തെറ്റായിട്ട് അടിക്കുകയാണ്. ആ കേസ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഈ ഒരു എറർ കോഡായിരിക്കും വരുന്നത്. ഓക്കെ, invalid credential on email and password. ഓക്കെ, നമുക്ക് ഈ ഒരു എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് റീലോഡ് ചെയ്യുക. നമുക്കിപ്പോ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എറർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കറക്റ്റ് ഒരു ഇമെയിൽ അടിച്ചു നോക്കാം. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്ക് ഫെയിൽഡ് എന്ന് പറയുന്നുണ്ട് സംടൈംസ്. ഓക്കെ, ഇപ്പൊ ലോഗിൻ ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഫെയിൽഡ് വേണം ഹാൻഡിൽ ചെയ്യാൻ. സെയിം കണ്ടീഷൻ നെറ്റ് സംതിങ് വെന്റ് റോങ്, പ്ലീസ് ട്രൈ അഗെയിൻ, അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാം ആ കേസിൽ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മൾ ലാസ്റ്റ് ടൈം ഈ പേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ് മെത്തേഡ് നമുക്ക് ലാസ്റ്റ് ഫ്ലോയിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റിലെ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ പ്രൊഫൈൽ. ഓക്കെ, ഇങ്ങനൊരു കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സോ അതിന് നമുക്ക് ഓതന്റിക്കേഷനിൽ വേറൊരു കേസ് കൂടെ ഹാൻഡിൽ ചെയ്യാം. ഓൾറെഡി ലോഗിൻ ആണോ മാനേജ് യൂസർ, ലെഫ്റ്റ് സൈഡിൽ ഓത്ത് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് ഇതാണ് വേണ്ടത്. നമുക്കിപ്പോ ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പൺ ആക്കുമ്പോൾ തിരിച്ച് ലോഗിൻ സ്ക്രീനിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്താണ് വന്നത്, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ലോഗ് ഔട്ട് ചെയ്യുന്നിടം വരെ നമുക്ക് നമ്മുടെ ആ ലോഗിൻ സെക്ഷനിൽ ഇരിക്കണം. ഓക്കെ, ആ സെക്ഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ടൈമും ആപ്പ് റീലോഡ് ആവുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം ഈ യൂസർ ഓൾറെഡി ലോഗിൻഡ് ആണോ, ഓതറൈസ്ഡ് യൂസർ ആണോ. ഓക്കെ, ആ ഒരു ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോ എഴുതാൻ പോകുന്നത്. ചെക്ക് ഫോർ ലോഗിൻ. ഓക്കെ, അതില് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓത്ത് സ്റ്റേറ്റ് ലിസൺ ചെയ്യുമ്പോൾ
നമ്മുടെ യൂസർ നൾ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ലോഗിൻ ആണ്. നൾ ആണെങ്കിൽ എൽസ് കണ്ടീഷൻ മീൻസ് ഇവിടെ നോട്ട് നൾ ആണെങ്കിൽ എൽസില് നള്ള്. ഓക്കെ, നള്ള് വരുന്ന കേസിൽ നമ്മൾ ലോഗിൻ സ്ക്രീനിലേക്ക് പറഞ്ഞു വിടണം. ഇപ്പോ നൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ KYC വരെ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കേസിൽ നമ്മൾ KYC യിലോട്ട് പറഞ്ഞു വിടണം. ഇപ്പൊ നമ്മൾ ഹോം സ്ക്രീൻ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ യൂസർ നമ്മൾ വേറൊരു കണ്ടീഷനോട് ഇവിടെ ലേറ്റർ വരും. KYC എല്ലാം കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ ഹോം സ്ക്രീനിലോട്ട് നമ്മൾ റീഡയറക്ട് ചെയ്ത് വിടും. ഓക്കെ, സോ ഈ ഒരു കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ക്രിയേറ്റ് ബയോ വ്യൂ, അതാണ് നമ്മുടെ KYCയുടെ സ്ക്രീൻ. ഓക്കെ, ഇവിടെ നമുക്ക് ലോഗിന്റെ സ്ക്രീനിലേക്ക് പറഞ്ഞു കാണാം. ഗെറ്റ് ഓഫ് ഓൾ. ഓക്കെ, ഗെറ്റ് ഓഫ് ഓൾ മീൻസ് നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ എല്ലാം മുൻപുള്ള സ്റ്റാക്ക് എല്ലാം കളഞ്ഞിട്ട് സ്റ്റാർട്ടിങ് പേജ് നമുക്ക് ഇതായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ലോഗിൻ വ്യൂവിലോട്ടും പറഞ്ഞു വിടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചെക്ക് ഫോർ ലോഗിന് നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനിന് നമ്മളൊരു കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ റീഡയറക്ട് ടു ഓൺബോർഡിംഗ് വ്യൂ. ഓക്കെ, സോ ഓക്കെ, നമുക്കിപ്പോ ലോഗിൻ ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ നമ്മളിവിടെ ലോഗിൻ കൺട്രോളർ നമുക്കിവിടെ കോൾ ചെയ്യണം. നമ്മളിപ്പോ ആകെ ഇവിടെ മാത്രമേ കോൾ ചെയ്യുന്നുള്ളതുകൊണ്ട് മുകളിൽ നമ്മൾ അതിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ട. നമ്മൾ കൺട്രോളർ നമ്മൾ ഇവിടെ ചെയ്ത പോലെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണേൽ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, കൺട്രോളർ ഡോട്ട് ചെക്ക് ഫോർ ലോഗിൻ ഇത് രണ്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓൺബോർഡിംഗ് വ്യൂവിലോട്ടാണ് നമുക്ക് ലോഗിൻ അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്ത് വിടേണ്ടത്. ലോഗിൻ സ്ക്രീനിലേക്കല്ല, നമുക്ക് ഓൺബോർഡിംഗ് സ്ക്രീനാണ് ഉള്ളത്. യൂസർ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺബോർഡിംഗ് സ്ക്രീനിലേക്കാണ് പറഞ്ഞു വിടേണ്ടത്. ഓക്കെ, സോ നമുക്ക് ചെക്ക് ഫോർ ലോഗിന് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് നമ്മുടെ ഓൺബോർഡിംഗ് സ്ക്രീൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബയോയിലേക്കാണ് വന്നത്. നമുക്കൊന്നുകൂടെ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ഇവിടേക്കാണ് വരുന്നത്. ഇനി ഒന്നെങ്കിൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൺബോർഡിംഗ് സ്ക്രീനിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻസിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. സോ അപ്ലോഡ് യുവർ ഫോട്ടോ. നമ്മുടെ KYC മൊഡ്യൂളിൽ ഓക്കെ, ക്രിയേറ്റ് ബയോന്റെ അതേ കോഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക.
നെയിം നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഇമ്പോർട്ട്സ് എല്ലാം എടുത്ത് കളയുക. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫോട്ടോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലാണ് വരേണ്ടത്. മെസ്സേജ് കോപ്പി ചെയ്യുക. അക്കൗണ്ട് കഴിഞ്ഞിട്ട് സ്ലാഷ് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ ഫോട്ടോയിലേക്കാണ് പോകേണ്ടത്. നമുക്ക് വാലിഡേഷൻസ് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫയർബേസ് ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാലിഡേഷൻസ് ചെയ്യാം. ഈ ഒരു കേസിൽ നമുക്കിത് മൂന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് രണ്ട് കണ്ടെയ്നറാണ് വരുന്നത്, ടേക്ക് ഫോട്ടോ ഓർ ഫ്രം ഗാലറി. നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. കണ്ടെയ്നർ കൊടുത്തിട്ട് ഹൈറ്റ് നമുക്ക് ഹൈറ്റ് 129, ഒരു 120 കൊടുക്കാം. വിത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ പേരന്റ് വിജിറ്റിന് വിത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചൈൽഡ് വിജിറ്റും മേ ബി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചൈൽഡ് വിജിറ്റിന് ആ ഒരു വിത്ത് ആയിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ, ബോർഡർ റേഡിയസ് സർക്കുലർ 30 കൊടുക്കാം. കളറ് നമ്മളെ ഈ ടെക്സ്റ്റ് ഫീൽഡിന്റെ കളർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആ ഒരു കേസിൽ ഫിൽ കളർ നമുക്ക് ടെക്സ്റ്റ് ഫീൽഡിന്റെ കണ്ടെയ്നർ ടെക്സ്റ്റ് ഫീൽഡിന്റെ കളർ കൊടുത്ത് നോക്കാം. ഓക്കെ, സോ റൺ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ കോൺടാക്ട് ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. റീലോഡ് ചെയ്തിട്ട്
ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. സോ ഏകദേശം അതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കണ്ടെയ്നർ കൂടെ വേണം. ഓക്കെ, ഫോട്ടോ ഇവിടെ 35ന്റെ ആവശ്യമില്ല, നമുക്കൊരു 20 കൊടുക്കാം. കാരണം ഇവിടെ ഒരു കണ്ടെയ്നർ കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു ആ രണ്ട് കണ്ടെയ്നറിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒന്ന് റൺ നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജ് ഇവിടെ കൊടുക്കണം. ഓക്കെ, സോ ഈ രണ്ട് ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജ് അസറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പിക്ക് കൂടെ എക്സ്പോർട്ട് ചെയ്യാം. ക്യാമറ ഐക്കൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാക്കേജ് കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ pub.dev പോവുക. pub.dev പോയിട്ട് ഇമേജ് പിക്കർ. ഓക്കെ, നമുക്ക് ഇമേജ് പിക്കർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇമേജ് പിക്കർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ടെർമിനലിൽ പോവുക, കമാൻഡ് റൺ ചെയ്യുക. നമ്മളിവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്യണം. കാരണം പുതിയതായിട്ട് രണ്ട് ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്ലഗിന് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ കാണിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വിത്തൗട്ട് ഡീബഗിൽ റൺ ചെയ്യാം.
നമുക്കിത് റണ്ണാവുമ്പോൾ നമ്മുടെ ആപ്പ് ഇമേജസിൽ നമുക്ക് ആ 2 ഇമേജ് കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, 2 ഐക്കൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആവട്ടെ നമ്മുടെ ആപ്പ്. നമ്മൾ പുതിയൊരു പാക്കേജ് ഇൻസ്റ്റാൾ ആക്കുമ്പോൾ നമുക്ക് എന്തേലും ഒരു എറർ വന്നാൽ ജസ്റ്റ് ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കണം. ആ ഒരു കേസിൽ ചിലപ്പോൾ മേ ബി ആ എറർ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ട് നമ്മൾ ഓൾറെഡി ലോഗിൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് ഈ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം, നമ്മുടെ ബാക്കി UI കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ചൈൽഡ് നമുക്ക് താഴെ വരുന്നതുകൊണ്ട് കോളം children image.asset ഇമേജ് കോൺസ്റ്റന്റിൽ ഗാലറി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ താഴെ ടെക്സ്റ്റ് ഗാലറി സ്റ്റൈല് ടെക്സ്റ്റ് സ്റ്റൈല് കളറ് വൈറ്റ് ഫോണ്ട് വെയിറ്റ്. ഇതൊക്കെ നമ്മുടെ ബോൾഡിന്റെ ഓരോ വേർഷൻസ് ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അറിയാം, ഇത് ലൈറ്റ് ആണ്, ഇത് മീഡിയം, ഇത് സെമി ബോൾഡ്, ഇത് ബോൾഡ്. ഓക്കെ, നമുക്ക് സെമി ബോൾഡ് കൊടുത്തു നോക്കാം. നമ്മളിവിടെ UI നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, സെമി ബോൾഡ് ഫ്രം ഗാലറി. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് റീലോഡ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്ന്. ഗാലറി ഐക്കൺ മെമ്പർ നോട്ട് ഫൗണ്ട്. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം, റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ. കമന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ എറർ വരാനുള്ള ചാൻസ് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഇമേജ് നമ്മൾ കോൺസ്റ്റന്റിനകത്ത് കൊടുത്തത്. ആ ഒരു കേസിൽ ഈ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
നമുക്ക് വന്ന് ഗാലറി മെമ്പർ നോട്ട് ഫൗണ്ട് ഗാലറി ആയിരിക്കും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. സിങ്ക് ആയതിന്റെ കാരണം നമ്മളിവിടെ കോളം കൊടുത്തപ്പോൾ പേരന്റിന്റെ വിത്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ വിത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സെന്ററിൽ വരണം. ഓക്കെ, മെയിൻ ആക്സിസ് അലൈൻമെന്റ് തൊട്ട് സെന്റർ. ഓക്കെ, സെന്ററിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സെയിം കോഡ് നമുക്ക് താഴെ അപ്ലൈ ചെയ്യണം, ഈ സൈഡ്. ഓക്കെ, ഇവിടെ ടേക്ക് ഫോട്ടോ എന്നാണ്. ടേക്ക് ഫോട്ടോ ക്യാമറ ഐക്കൺ. ഓക്കെ, താഴെ വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഒരു സ്പേസ് കൊടുക്കാം. ഓക്കെ, ഓക്കെ. സോ നമ്മുടെ അപ്ലോഡ് ടു ഗാലറിയുടെ UI ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗാലറിന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഓക്കെ, അപ്ലോഡ് യുവർ ഫോട്ടോ. സോ ഏതേലും സെലക്ട് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് അല്ല, ഈ പേജ് തന്നെ. സോ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം. ഓക്കെ, ഈ പേജിന്റെ ഈ വിജിറ്റ് ഇങ്ങനെ ചേഞ്ച് ആവും. ഓക്കെ, സോ നമുക്ക് പിക്ചർ സെലക്ട് ആയാൽ ഇത് ചേഞ്ച് ആവണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു UI. അങ്ങനാണ് ഫ്ലോ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇമേജ് പിക്കർ ഇടാം. ഇമേജില് റീഡ്മിയിൽ പോയിട്ട് ഇതിൽ ഡോക്യുമെന്റേഷൻ ഉണ്ട് എങ്ങനെ നമുക്ക് ഇമേജ് പിക്ക് ചെയ്യണമെന്നൊക്കെ. ഓക്കെ, സോ ഇമേജ് പിക്കർ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇമേജ് പിക്കറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ സോഴ്സ് എവിടുന്നാന്ന് കൊടുക്കണം. ഇമേജ് ഫ്രം ഗാലറി അല്ലെങ്കിൽ ഇമേജ് ഫ്രം ക്യാമറ. ഓക്കെ, സോ ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഇമേജസ്, വീഡിയോസ്,
നമുക്ക് വേണ്ടത് ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ KYC കൺട്രോളർ, നമുക്ക് KYC കൺട്രോളറിന് പകരം KYC കൺട്രോളർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, KYC കൺട്രോളർ ഇതിന് ഇമ്പോർട്ട് നമ്മൾ ഗെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലാസ് KYC കൺട്രോളർ എക്സ്റ്റെൻസ് ഗെറ്റ് എക്സ് കൺട്രോളർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ കൊടുക്കാൻ പോവാണ്. പിക്ക് ഫ്രം ഗാലറി ആൻഡ് ടേക്ക് ഫ്രം മൊബൈൽ, ടേക്ക് ഫോട്ടോ. ഓക്കെ, സോ പിക്ക് ഇമേജ് ഫ്രം ഗാലറി. സോ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ പാക്കേജ് ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, സോ ഇമേജ് പിക്കർ നമുക്ക് ഗാലറിയുടെ കോഡാണിത്. സോ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ അസിൻ തന്നെ നമുക്ക് കൊടുക്കാം. ഇവിടെ അവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇമേജിൽ ഇപ്പൊ നമ്മൾ പിക്ക് ചെയ്ത ഇമേജിന്റെ പാത്ത് കാണും. ഒരു ഫയലിന് ഒരു പാത്തില്ല. സോ ആ ഒരു പാത്ത് ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇമേജിന്റെ റെഫറൻസ് ആയിട്ട്. സോ ആ റെഫറൻസ് നമുക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്കൊരു RX സ്ട്രിങ് ആയിട്ട് തന്നെ കൊടുക്കാം. RX സ്ട്രിങ് പ്രൊഫൈല് ഇമേജ് പാത്ത്. ഓക്കെ, സോ OBS നമുക്ക് ഇനിഷ്യലി നമുക്ക് സ്ട്രിങ് ആയിട്ട് തന്നെ ഒരു നള്ള് കൊടുക്കാം. ഓക്കെ, ഇനിഷ്യലി അതൊരു നള്ളായിരിക്കും. നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇമേജ് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇമേജ് പിക്ക് ചെയ്ത് ഓക്കെ, ഇമേജ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മൾ ഈ പാത്തിലേക്ക് നമ്മുടെ ഈക്വൽ ടു ഇട്ടല്ല, നമ്മുടെ RX വേരിയബിൾസ് നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും കൊടുക്കേണ്ടത്. ഇമേജ് ഡോട്ട് പാത്ത്. ഓക്കെ, ഇമേജ് ഡോട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫയലിന്റെ പാത്ത് നമുക്ക് ഇവിടെ കിട്ടും. ഗെറ്റ് ദ പാത്ത് ഓഫ് ദ പിക്ഡ് ഫയൽ. ഓക്കെ, സോ നമ്മൾ ആ ഇമേജിന്റെ പാത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ടേക്ക് എ പിക്ചർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗാലറി മാറ്റി ക്യാമറ ആക്കാം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്യും, ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇമേജ് വന്നാൽ നമുക്കൊരു സ്ക്വയറിനകത്ത് ആ ഇമേജ് ഫിറ്റ് ആക്കി നമുക്ക് കാണിക്കണം. ഓക്കെ, ഒരു അപ്ലോഡ് ഫോട്ടോയിൽ നമുക്കിത് ഓൺ ടാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് റീഫാക്ടർ റാപ്പ് വിത്ത് വിജിറ്റ് നമ്മൾ
ജസ്റ്റ് ഡിറ്റക്ടർ കൊടുക്കുന്നുണ്ട്. അതില് ഓൺ ടാപ്പിനുള്ളില് നമുക്ക് ആ KYC കൺട്രോളറിനകത്ത് കൊടുത്തത് നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് KYC കൺട്രോളർ നമുക്ക് നമ്മുടെ മെയിനില് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. ഗെറ്റ് ഡോട്ട് പുട്ട് വെച്ചിട്ട്, എന്നാലേ നമുക്ക് ആ ഈ കൺട്രോളർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു എറർ വരും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, KYC കൺട്രോളർ ഇതാണ് നമ്മുടെ കൺട്രോളറിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ്. ഓക്കെ, നമ്മൾ ഈ കോൺസ്റ്റ് ഒഴിവാക്കുക. ഇനി ഇവിടെ പിക്ക് ഫ്രം ഗാലറി ആ ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടേക്ക് എ പിക്ചർ. ഓക്കെ, സോ റാപ്പ് പേസ്റ്റ് ചെയ്യുക ടേക്ക് എ പിക്ചർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ആ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ കോളം ഒഴിവാക്കിയിട്ട് നമുക്ക് കണ്ടെയ്നർ OBXനകത്ത് കൊടുക്കാം. കാരണം നമ്മളൊരു RX സ്ട്രിങ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആ വാല്യൂ ചേഞ്ച് ആവുന്ന അനുസരിച്ച് നമുക്ക് UIയും ചേഞ്ച് ആക്കണം. അതിന് വേണ്ടിയിട്ട് KYC കൺട്രോളർ ഡോട്ട് പിക്ഡ് ഇമേജ് പാത്ത് ഡോട്ട് വാല്യൂ, നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഒരു സ്ട്രിങ്ങിൽ നള്ളാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമ്മുടെ ഇമേജ് നമുക്ക് കാണിക്കണം, അല്ലെങ്കിൽ ഇമേജ് പിക്കർ. ഓക്കെ, സോ ഈ കോളത്തിനകത്താണ് നമ്മൾ ഇമേജ് പിക്കർ ഉള്ളത്. നമ്മൾ ഈ കണ്ടെയ്നറിനകത്ത് നമ്മളിപ്പോ ആ ഇമേജിന്റെ കോഡ് എഴുതാൻ പോവാണ്. അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, വിഡ്ത്ത് നമുക്ക് നമ്മുടെ വിഡ്ത്തിനനുസരിച്ച് കൊടുക്കാം. ഹൈറ്റ് ഒരു 230 ഏകദേശം വരുന്നുണ്ട്. 230 കൊടുക്കാം. വിഡ്ത്ത് നമുക്ക് ഒരു 100 കൊടുക്കാം. ഓക്കെ, ഇതല്ല, ഈ കണ്ടെയ്നറിനുള്ളിലാണ്. ഓക്കെ, ഇനി ചൈൽഡ് ഇമേജ് ഡോട്ട് അസറ്റ് അല്ല, ഇമേജ് ഡോട്ട് ഫയല്. ഓക്കെ, നമ്മൾ ഫയലിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ പാത്ത് ഇവിടെ ഇവിടെ വെക്കുമ്പോൾ ഒരു ഫയലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആ സ്ട്രിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഫയല് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു ഫയൽ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫയലിന്റെ റെഫറൻസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫിറ്റ് ബോക്സ് ഫിറ്റ് ഡോട്ട് കണ്ടെയ്നർ, ഇല്ലെങ്കിൽ നമുക്ക് കവർ കൊടുക്കാം, അല്ലെങ്കിൽ ഫില്ല് കൊടുക്കാം. ആ ഒരു നമ്മളെ കണ്ടെയ്നറിനകത്ത് ഫില്ലായിട്ട് നിന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് കോഡ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ കൺട്രോളർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ഡമ്മി ഇമേജസ് ഡൗൺലോഡ് ആക്കാം. ഓക്കെ,
ഓക്കെ, നമുക്ക് ആപ്പ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ ഫ്രം ഗാലറി ഫസ്റ്റ് കൊടുക്കാം. ഗാലറി വന്നിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടെയ്നർ അനുസരിച്ച് നമുക്ക് ഇനി അതൊന്ന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് കുറച്ച് പാഡിങ് കൊടുക്കണം നമുക്ക്. ഓക്കെ, 30 കൊടുക്കാം. ഓക്കെ, സെൻറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 51 കൊടുക്കാം. നമുക്ക് കവർ കൊടുക്കാം. ഓക്കെ, ഒന്ന് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കർവ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടെ ഡെക്കറേഷൻ കൊടുത്തു നോക്കാം. ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ, ബോർഡർ റേഡിയസ് സർക്കുലർ ഒരു 30 കൊടുത്തു നോക്കാം. ഓക്കെ, അത് ഇമേജിന് അഫക്റ്റ് ആവുന്നില്ല. ഇമേജിന് അഫക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്ലിക്ക് കൊടുത്തിട്ട് ബോർഡർ റേഡിയസ് ഒരു 30 കൊടുക്കാം. ഇമേജിന് നമുക്കൊരു കർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഇമേജിനെ ഒരു ക്ലിക്ക് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് നമുക്കൊരു 20 കൊടുത്താൽ. ഓക്കെ, ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഈ കേസിൽ നമുക്ക് ഇവിടെ താഴെ ഒരു ക്ലിയർ ബട്ടൺ കൂടെ കൊടുക്കും. കാരണം നമുക്ക് ഇമേജ് വേണ്ട, വേറൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ഇമേജ് എന്നുള്ളൊരു ബട്ടൺ കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ താഴെയായിട്ട് തന്നെ കൊടുക്കാം. ഇമേജിന്റെ താഴെ, അതായിരിക്കും ബെറ്റർ. നമുക്കൊരു ടെക്സ്റ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ചൈൽഡ് ടെക്സ്റ്റ് ക്ലിയർ ഇമേജ്. ക്ലിയർ ഇമേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈല്, കളറ് കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, ഓക്കെ, ഇവിടെ വൈറ്റ് കളറിൽ ഒരു ക്ലിയർ ഇമേജ് വന്നിട്ടുണ്ട്. വൈറ്റ് വേണ്ട, വേറെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിന്റെ ഫങ്ഷനാലിറ്റി ജസ്റ്റ് നമ്മുടെ ഈ വാല്യൂ തിരിച്ച് നമ്മൾ നള്ളാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പാത്ത് നള്ളാക്കി കൊടുക്കുക. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ആ ക്ലിയർ ഇമേജിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇമേജ് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ടേക്ക് എ പിക്ചർ നോക്കാം. ടേക്ക് എ പിക്ചർ കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചെക്ക് കൊടുക്കുക. നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതേപോലെ തന്നെ ക്ലിയർ ഇമേജ് കൊടുത്തിട്ട് ഫ്രം ഗാലറിയിൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമേജ് സ്റ്റോർ ചെയ്യുന്നതും
നെക്സ്റ്റ് KYC പ്രോസസ്സ് നമുക്ക് നോക്കാം. ഓക്കെ,